നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പര 4-1 സ്വന്തമാക്കിയതോടെ ഇനി ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഈ ആഴ്ച തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിലേക്കാണ്. വ്യാഴാഴ്ച മുതലാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് പകലും രാത്രിയുമായുള്ള ആദ്യ മത്സരം നടക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യയുടെ അവസാനത്തെ തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഈ ഒരു പരമ്പര. T20യിൽ ജോസ് ബള്ളറെയും സംഘത്തെയും നിഷ്പ്രഭരാക്കാൻ ഇന്ത്യക്ക് സാധിച്ചുവെങ്കിലും ഏകദിനത്തിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് അത്ര എളുപ്പമുള്ളതല്ല. ഏകദിന പരമ്പര ജയിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയോട് കണക്ക് തീർക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. T20 പരമ്പരയിൽ കളിച്ച ഇന്ത്യൻ ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു ലൈനപ്പിനെയാണ് ഏകദിനത്തിൽ പരീക്ഷിക്കുന്നത്. T20 പരമ്പരയിൽ കളിച്ച ഭൂരിഭാഗം പേരും ഏകദിന ടീമിന്റെ ഭാഗമാവുകയുമില്ല. സൂര്യകുമാർ യാദവാണ് T20യിൽ ടീമിനെ നയിച്ചതെങ്കിൽ ഏകദിനത്തിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ഇന്ത്യയുടെ പടയൊരുക്കം. T20യിലെ ടോപ്പ് 5-ൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഏകദിനത്തിലെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ്. രോഹിത് ശർമ്മയ്ക്കൊപ്പം ശുഭ്മൻ ഗില്ലാണ് ഓപ്പണിംഗ് പങ്കാളിയായി എത്തുക. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലിയും 4-മനായി ശ്രേയസ് അയ്യരുമാണുള്ളത്. 5-ാം നമ്പറിൽ ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരിൽ ഒരാളെയാകും ഇന്ത്യ കളിപ്പിക്കുക. T20യിലേതുപോലെ വളരെ അഗ്രസീവായ ഒരു പോസിറ്റീവ് ക്രിക്കറ്റ് ഏകദിനത്തിൽ കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞേക്കില്ല. കാരണം ശുഭ്മൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നിവരെല്ലാം അഗ്രസീവ് ശൈലിക്ക് പകരം ക്രീസിൽ നിലയുറപ്പിച്ച പതിയെ ഇന്നിങ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. രോഹിത്തും ഋഷഭും മാത്രമാണ് അഗ്രസീവ് ശൈലിയിൽ കളിപ്പിക്കാൻ സാധ്യതയുള്ള ടോപ്പ് ഓർഡർ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. രോഹിത്തും ഋഷഭും മാത്രമാണ് അഗ്രസീവ് ശൈലിയിൽ കളിക്കാൻ സാധിക്കുന്ന ടോപ്പ് 5-ലെ താരങ്ങൾ. രോഹിത്തും കോഹ്ലിയും മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച ടെസ്റ്റ് പരമ്പരയിൽ രണ്ടുപേരും ബാറ്റിംഗിൽ തികഞ്ഞ പരാജയമായിരുന്നു. കൂടാതെ ഏറ്റവും അവസാനമായി കളിച്ച രഞ്ജി ട്രോഫി മത്സരത്തിലും രണ്ടുപേരും ബാറ്റിംഗിൽ ക്ലിക്കായില്ല. ഇനി ഇംഗ്ലണ്ടിന്റെ ശക്തമായ ബൗളിംഗ് നിരക്കെതിരെ ഏകദിന പരമ്പരയിൽ ഇവർ ഫോമിലേക്ക് തിരിച്ചെത്തുമോ എന്നതും കണ്ടു തന്നെ അറിയണം. സമാപിച്ച T20 പരമ്പരയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടുകൾ വെടിക്കെട്ട് ഓപ്പണറായ അഭിഷേക് ശർമ്മയും മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുമായിരുന്നു. ഓരോ സെഞ്ചുറിയും 50യും അടക്കം 279 റൺസാണ് പരമ്പരയിൽ അഭിഷേക് വാരിക്കൂട്ടിയത്. റൺവേട്ടയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്തതും അദ്ദേഹമാണ്. പക്ഷേ T20യിൽ അഭിഷേക് ഇന്ത്യൻ സംഘത്തിൽ ഇല്ല. പകരം ഇതേ ശൈലിയിൽ ബാറ്റ് വീശുന്ന മറ്റൊരു ഇടൻകൈയൻ വെടിക്കെട്ട് താരമായ യശസ്വി ജയ്സ്വാൾ ടീമിലുണ്ട്. എങ്കിലും പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല. കാരണം ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായതിനാൽ തന്നെ ടീമിൽ നിന്നും മാറ്റി നിർത്തുക അസാധ്യമായിരിക്കും. അതിനാൽ ജയ്സ്വാളിനെ ബെഞ്ചിലേക്ക് ഒതുങ്ങേണ്ടതായും വരും. ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ T20 പരമ്പരയിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ കശാപ്പ് ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ചത് വരുണായിരുന്നു. 5 മത്സരത്തിൽ 7.66 എക്കണോമി റേറ്റിൽ അദ്ദേഹം കടമുഴക്കിയത് 14 വിക്കറ്റുകളാണ്. ഒരു ഫോറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വരുണിന്റെ ബോളുകൾക്കെതിരെ ഇംഗ്ലീഷ് ബാറ്റർമാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലയുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏകദിനത്തിൽ അദ്ദേഹം ഇല്ല എന്നത് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ സംബന്ധിച്ച് സന്തോഷിക്കുന്നതിന് വക നൽകുന്ന കാര്യമാണ്. കുൽദീപ് യാദവാണ് ഏകദിന പരമ്പരയിൽ ടീമിന്റെ പ്രധാന സ്പിന്നർ. പക്ഷേ വരുണിനെ പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതും സംശയമുള്ള കാര്യമാണ്.